ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിന്റെ വരദാനം, നമ്മുടെ കിഴക്കേമലയുടെ സ്വർണ്ണത്തിളക്കമായ റെബേക്ക ഉതുപ്പിന് അഭിവാദനങ്ങൾ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കോച്ച് തോമസ്, ജില്ലാ കളക്ടർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ 5000 രൂപയുടെ പൂവും വാങ്ങിയിട്ടുണ്ട്. പിടിക്കാം. നമ്മുടെ പ്രിയങ്കരിയായ റെബേക്ക ഉതുപ്പിനെ അനുമോദിക്കാൻ പേര് തന്നിട്ടുള്ള NSS കരയോഗം സെക്രട്ടറി, ജമാഅത്ത് സെക്രട്ടറി, സാംസ്കാരിക വേദി പ്രസിഡന്റ് മുഴുവൻ കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനി പെമ്പിള്ളരാ. ഒക്കെ ഈ പള്ളിക്കാരനും പട്ടക്കാരും ഒത്തുകളിയാ. അഞ്ചു ബോബെ ജോർജ്, ഷൈനി ബെൽസൺ, മേഴ്സിക്കുട്ടൻ, ഹിന്ദുക്കൾക്ക് പറയാൻ ആകെ ഒരു PT ഉഷ. ആരായി പറഞ്ഞവരൊക്കെ? മുഖ്യ പ്രഭാഷണത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ കാപ്പുകാട്ടിൽ ഈരാളിയെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മലയോരത്തിന്റെ പൊന്നാര പൊന്മുത്ത് റെബേക്ക ഉതുപ്പിനും അതുപോലെ പരിശീലകനായ തോമസ് സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. റെബേക്ക ഉതുപ്പിന്റെ പേരിൽ ദേശീയഗാനത്തോടൊപ്പം ഇന്ത്യൻ പതാക ഉയരുന്നത് TV കണ്ടപ്പോൾ ഈ മലമൂട്ടിൽ ഒരു വൈദികനായി എത്തിയതിൽ എനിക്ക് അഭിമാനം തോന്നി. ക്രിക്കറ്റാണല്ലോ ഇപ്പോൾ ഇന്ത്യയുടെ ജീവവായു അഥവാ ദേശീയ വിനോദം. കോടികൾക്ക് ലേലത്തിൽ വെച്ചിരിക്കല്ലേ താരങ്ങളെ. ഉടുപ്പിൽ സ്ഥലം തയ്യാതെ അടിവസ്ത്രത്തിൽ വരെ പരസ്യം പൊട്ടിച്ചല്ലേ ബോളർ ചെയ്യുന്നത്. പാവം നമ്മുടെ ഇന്ത്യൻ അത്ലറ്റുകൾ ധനലാഭമോഹമില്ലാതെ പഷ്ണിയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പിറവിയെടുത്ത് അർപ്പണബോധത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും നേടിത്തെന്ന വിജയം, അതാണ് മഹത്തരമെന്ന് നമ്മുടെ ഗവൺമെന്റ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റെബേക്ക ഉതുപ്പിനെ കുറിച്ച് എനിക്ക് വിശേഷിപ്പിക്കാനുള്ള പ്രയോഗം വെളിച്ചം പരത്തിയ പെൻശലഭമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ജൂനിയർ ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ 16ാം വയസ്സിൽ ദേശീയ റെക്കോർഡ് പേരിച്ചപ്പോൾ വകുപ്പ് മന്ത്രിയുടെ ഒത്താശയോടെ മണ്ണെണ്ണ വിളക്കിന് പകരം ഉതുപ്പിന്റെ വീട്ടിൽ വൈദ്യുതി എത്തി. അതിന്റെ ഫലം അനുഭവിച്ചത് ചുറ്റുവട്ടത്തുള്ള നിർധനരായ 70 കുടുംബങ്ങളാണ്. മക്കളെ നോക്കുമ്പോഴല്ല, ജന്മം നൽകിയ രക്ഷിതാക്കളെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എവിടെ വരെ പോകുമെന്ന്. ഈ മലനാട്ടിന് ഇങ്ങനെയൊരു മോളെ സമ്മാനിച്ച ഈ രക്ഷിതാക്കളെയാണ് ഞാൻ ഈ അവസരത്തിൽ സ്തുതിക്കുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, എല്ലാവർക്കും നന്മ നേരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പോവാൻ തിരക്കുള്ളതുകൊണ്ട് 2 വാക്ക് സംസാരിക്കാൻ സാദരം ക്ഷണിച്ചുകൊള്ളും. ഓടാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നപ്പോ എൻ്റെ അമ്മച്ചിയുടെയും അപ്പച്ചിയുടെയും എൻ്റെ അനുജത്തിയുടെയും മുഖം മാത്രമായിരുന്നു മനസ്സിൽ. പിന്നെ ഓടിത്തുടങ്ങിയപ്പോ ചെവിയിൽ മുഴങ്ങിയത് എൻ്റെ നാട്ടുകാരുടെ കയ്യടി ആർപ്പുവിളികൾ മാത്രമായിരുന്നു. ആരായിരുന്നു മാതൃക? എൻ്റെ അപ്പച്ചി. അപ്പച്ചിയുടെ ഏത് ഗുണമാണ് മാതൃകയായത്? അത് ചോദിച്ചാ കഠിനാധ്വാനമോ അതോ അർപ്പണബോധമോ? എൻ്റെ അപ്പച്ചി എൻ്റെ അമ്മച്ചിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം തന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറ. അത്ര എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. ഓട്ടത്തിൽ ആരായിരുന്നു ഇൻസ്പിറേഷൻ? അങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറയാനൊന്നും ആരുമില്ല. കൊച്ചുനാളില് കാലത്തെണീറ്റാല് അപ്പച്ചിയോടൊപ്പം പറമ്പിൽ കളിക്കാൻ പോകും. അപ്പോഴായിരിക്കും സ്കൂളിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പൊ പുസ്തകം എടുത്തോണ്ട് ഒരു ഓട്ട. അത്രേ ഉള്ളൂ. മോള് പറഞ്ഞത് നേരാ. ദൈവം കൊടുത്തൊരു സിദ്ധി, അവളായിട്ടത് വളർത്തിയെടുത്തു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ മലമൂട്ടിൽ എന്റെ ശോശാമ്മയുടെ കൈയും പിടിച്ച് കയറി വരുമ്പോ ദൈവം മാത്രമായിരുന്നു എനിക്ക് തുണ. ഇവളും മക്കളും, അതാണ് എന്റെ ലോകം. ഇവരെ കഴിഞ്ഞ് ഒന്നുമില്ല എനിക്ക്. മോളെ കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? തമ്പുരാന്റെ കാരുണ്യം. ഇച്ചായം പറഞ്ഞ പോലെ എല്ലാം ഉപേക്ഷിച്ച് ഈ മലമൂട്ടി വന്നപ്പോ തമ്പുരാനായിരുന്നു ഞങ്ങൾക്കൊരു വഴികാട്ടി. അതെ, ഇപ്പൊ ഇങ്ങനെയൊക്കെയായി. ഞങ്ങളുടെ കഷ്ടപ്പാടിലും തളർച്ചയിലും ഒപ്പം നിന്നവളാ എന്റെ ഈ മോള്. ഓടാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നപ്പോ എൻ്റെ അമ്മച്ചിയുടെയും അപ്പച്ചിയുടെയും എൻ്റെ അനുജത്തിയുടെയും മുഖം മാത്രമായിരുന്നു മനസ്സിൽ. പിന്നെ ഓടി തുടങ്ങിയപ്പോ ചെവിയിൽ മുഴങ്ങിയത് എൻ്റെ നാട്ടുകാരുടെ കയ്യടി ആർപ്പുവിളികൾ മാത്രമായിരുന്നു. ആരായിരുന്നു മാതൃക? എൻ്റെ അപ്പച്ചി. ചേച്ചി കണ്ടോ? അത് ചോദിച്ചാ കഠിനാധ്വാനമോ അതോ അർപ്പണബോധമോ? എൻ്റെ അപ്പച്ചി എൻ്റെ അമ്മച്ചിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഈ മലമൂട്ടിൽ ഹലോ, എന്റെ ശോശാമ്മയുടെ കൈയും പിടിച്ച് സൗണ്ട് ഒന്ന് കുറച്ചേ. വരുമ്പോ ആ മനസ്സിലായി. അമ്മച്ചി ഉറങ്ങിയിട്ടില്ലെന്നേ. ദാ അടുത്തുണ്ട്, കൊടുക്കാം. ആരാ? അമേരിക്കന്നാ, കുഞ്ഞമ്മച്ചിയാ. ഹലോ. ആ മാമച്ചനൊക്കെ സുഖം തന്നെയല്ലോടി? കണ്ടില്ലേ, നമ്മുടെ ശോശാമ്മയുടെ മൂത്ത മോളാ, എന്റെ കൊച്ചുമോളാ. എന്റെ മോള് ശോശാമ്മയും ഇതുപോലെ തന്നെയായിരുന്നു. പള്ളിക്കൂടത്തിൽ മത്സരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനം അവളുടെ കൈ കാണും.
ഒന്നെങ്കിൽ ഒരു കുപ്പി ഗ്ലാസ് അല്ലെങ്കിൽ ഒരു സോപ്പ് പെട്ടി. ആ ചോര തന്നെ അവളുടെ കൊച്ചിനും എല്ലാത്തിലും ഒന്നാം സ്ഥാനമായിരുന്നു. ആ എന്നാ ചെയ്യാനാ, നൊന്ത് പെറ്റ കൊച്ചിനെ ടി വി കാണേണ്ട ഗതികേടാ എനിക്ക്. ഒടേതമ്പുരാന്റെ പരീക്ഷണം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് എടുത്താ മതിയായിരുന്നു. എന്നതാ അമ്മച്ചി ഇത്? അമ്മച്ചി എന്താ കുഞ്ഞമ്മേ, പിന്നെ വിളിക്കാം. അറിയില്ലേ? അമ്മച്ചക്ക് ഇത് എന്നാത്തിന്റെ കേടാ? ഡോക്ടർ പറഞ്ഞത് മറന്നോ? ഇതൊക്കെ ഒരു വിഷം കുത്തിവയ്പ്പാ. കടിച്ച പാമ്പ് ചാവുന്ന എനമാ. എന്തോ ഒരു ഫോൺ കോളുകളാ. ഇതുങ്ങളൊക്കെ എവിടെ കിടക്കുമായിരുന്നു? അമ്മച്ചി 2 പ്രാവശ്യം ICU കിടന്നല്ലോ. ആരെങ്കിലും ഒന്ന് വിളിച്ച് അന്വേഷിച്ചോ? അമേരിക്കയിലും ജർമ്മനിയിലും ഇനിയും ഉണ്ടല്ലോ കുറെ മുറ്റനങ്ങളും. അതുങ്ങളായിരിക്കും. കുറെ നേരത്തേക്ക് ആരും എടുക്കണ്ട, അവിടെ കിടന്ന് വിളിക്കട്ടെ. മതി മോളെ, അപ്പച്ചന്റെ കോട്ട കഴിഞ്ഞു. ഈ ഒരു ഗ്ലാസ് കൂടി കഴിക്കാൻ പറ്റും. താറാവ് കഷ്ണം കൂട്ടി അതങ്ങ് പിടിച്ചേ അപ്പച്ചി. ഈ പിള്ളേരുടെ ഒരു കാര്യം അപ്പച്ചിക്ക് മതിയടി. ശോശാമേ, നമ്മുടെ മക്കൾ രണ്ടുപേരൂടെ എന്നെ പൂസാക്കുള്ള ശ്രമ. എന്തിനാന്നറിയാവോ? അപ്പച്ചിയെ കൊണ്ട് ആ പഴയ കഥയൊന്ന് പറയിപ്പിക്കാൻ. ഞാൻ പണ്ട് തന്നെ പ്രേമിച്ചു കിടന്ന കഥ മനസ്സിലിരിക്കട്ടെ. ഈ മോഡിൽ അതൊന്നും പറ അപ്പച്ചി. രണ്ടിനും നല്ല പെട കിട്ടാഞ്ഞിട്ടാ. ശ്ശോ, ഈ ശോശാമ പെണ്ണിന്റെ ഒരു നാടേ. ആ റബ്ബർ തോട്ടത്തിൽ, അവിടെ അല്ല ഇവിടെ, ആ റബ്ബർ തോട്ടത്തിൽ എന്താ സംഭവിച്ചെന്നുള്ള ദൃക്സാക്ഷി വിവരണം ഞാൻ പറയാം. കൊച്ചുമേരി, സിമ്പിൾ റെഡി അല്ലേടി? ഞാൻ റെഡി. നീ പണ്ടേ റെഡിയാന്ന് എനിക്ക് അറിയാൻ വേണ്ടി. പ്രിയ കലാസ്നേഹികളെ, നമ്മുടെ കഥയുടെ പേര് ഏതൻ തോട്ടം അഥവാ റബ്ബർ തോട്ടം. അങ്ങ് തെക്ക് കാഞ്ഞിരപ്പള്ളി എന്ന മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. അതെ, പൊട്ട കുന്നുകളും പെട്ടെന്നൊഴുകുന്ന പൊട്ട കുളങ്ങളും. നിന്റെ ജോലി സിമ്പിൾ അടിക്കില്ല, അല്ലാതെ ഡയലോഗ് അടിക്കില്ല. പ്രിയ കലാസ്നേഹികളെ, ആ ഗ്രാമത്തിൽ മാളിക്കൽ എന്നൊരു തറവാട്. അവരുടെ ആ തോട്ടത്തിലെ റബ്ബർ വെട്ടുകാരനായിരുന്നു നമ്മുടെ കഥയിലെ നായകൻ. ചാമ്പയ്ക്ക ചുണ്ടും ചാട്ടുള്ളി കണ്ണുമുള്ള ഒരു ദരിദ്രവാസിയായിരുന്നു നമ്മുടെ കഥയിലെ നായകൻ ഉതുപ്പ്. നോക്കൂ കലാസ്നേഹികളെ, ആദത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഔവ എന്ന മാളികൽ തറവാട്ടിലെ കൊച്ചുറാണി, അതായത് നമ്മുടെ കൊച്ചു ശോശാമ. 2 ആംഗളമാൽ പുനരിക്കുന്ന ഒരേ ഒരു പെങ്ങൾ. സുഹൃത്തുക്കളെ, ആ കൊച്ചു സുന്ദരി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആദമെന്ന ഉടുപ്പിനെ നോക്കി സൈറ്റ് അടിച്ചു അഥവാ കണ്ണടിച്ചു. നല്ല മസിൽ കട്ടയും കട്ട മീശയും ഉണ്ടായിരുന്ന ആദമെന്ന ഉടുപ്പ് അതോടെ തീർന്നു സുഹൃത്തുക്കളെ, അതോടെ തീർന്നു. നമ്മുടെ കഥയിലെ നായകൻ അത് പതിച്ചു പോയി. സഹൃദയരെ, അവനൊരു കഥാപ്രസംഗം. നീ പറഞ്ഞ പോലെ തന്നെ എന്റെ ഏതൻ തോട്ടത്തിലെ ഹൗവയാടാ ഇവള്. ഓക്കെ, സമ്മതിച്ചു. പിന്നെ ഇവള് സമ്മാനിച്ച എന്റെ മക്കളും. മനസ്സറിഞ്ഞ് സ്നേഹിച്ച മണ്ണും പെണ്ണും ചതിക്കില്ലടാ. അത് ഉറപ്പല്ലേ? ഈ മലമൂട്ടില് ഞാൻ ഭാഗ്യവാനാ. ആ ഷാജി, ഈയിടെ ഗ്രൂപ്പ് ഉണ്ടേലെ പൊളിറ്റിക്സിന് വല്ല രക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഒതുക്കത്തിലൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടേണ്ടി വന്നത്. എന്നായാലും മിനിസ്റ്റർ ഒന്ന് കിടിങ്ങല്ലോ. അത് മതി. എടാ, ഞാനിപ്പോൾ അളിയൻ്റെ വീട്ടിലാണ്, പിന്നെ വിളിക്കാം. അളിയൻ എന്തിയെ? ഓ, അകത്തുണ്ട്. വെളിയമ്മച്ചയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? വെന്റിലേറ്ററിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. ഹോസ്പിറ്റലിൽ പാരാ? റാഫേലും കെട്ടിയോളും. എന്നതാ അവിടുത്തെ പ്രശ്നം? അയ്യോ, പ്രശ്നം തന്റെ പെങ്ങള് തന്നെയാ. അല്ലെങ്കിലും കുറ്റം എപ്പോഴും എനിക്ക് തന്നെ ആണല്ലോ. എടാ, 22 കൊല്ലം മുമ്പ് വീടും വീട്ടുകാരെ ഒക്കെ ഉപേക്ഷിച്ച് എങ്ങാണ്ടോ മലമൂട്ടി പോയി കിടന്ന പെങ്ങളെ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പോവാ നിന്റെ അളിയൻ. അമ്മച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കുരുവിളയ്ക്ക് അറിയാമല്ലോ. ഡോക്ടർ തന്നെ ഇങ്ങനെ ഒരു പരിഹാരം നിർദ്ദേശിച്ച്. ആദ്യ കയറി എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഒരു തീരാദുഃഖം ഇനി ചങ്കി കൊണ്ടു നടക്കാൻ പറ്റുകയില്ല. ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശ നിയമപ്രകാരം പെൺമക്കൾക്ക് സ്വത്തിന് അവകാശമുള്ളതാ. കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്താലേ ആങ്ങളമാര് തൂങ്ങും. അളിയ, ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം ക്രിസ്ത്യൻസിന്റെ തറവാട് പ്രോപ്പർട്ടിയിൽ പെൺമക്കൾക്കും ഈക്വൽ ഷെയറാ. 86 മേരി റോയ് സുപ്രീം കോടതി വിധിയിലൂടെ അത് സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. കോടതി വിധിയും നിയമവും നൂലാമാലയൊന്നും നോക്കിയിട്ടല്ലെന്നേ. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന
ഇനി അമ്മച്ചിയുടെ കണ്ണിന് കാണാൻ മേല. പിന്നെ അവളുടെ കെട്ടിയോനുണ്ടല്ലോ ഉതുപ്പ്, കാശുകാരനല്ലെങ്കിലും അയാൾ കുടുംബക്കാരനാ. മാളിയേക്കൽ തറവാട്ടിലെ പണവും പുരയിടവും കണ്ടിട്ടല്ല അയാൾ ശോശാമ്മയെ സ്നേഹിച്ചത്. ഞാൻ ഹോസ്പിറ്റലിലേക്കാ. വലിയമ്മച്ച കണ്ടിട്ട് വേണം പാല വരെ ഒന്ന് പോവാൻ. രാജപ്പ വണ്ടി ഇറക്കടാ. ഞാൻ വൈകിട്ട് വരുമ്പോ കാണാം. ശരി.